Okay, let's go. Fifth chapter, समय का देवता, god of time. रामू एक गरीब लकड़हारा था. What is the meaning of लकड़हारा? What is the meaning of लकड़हारा? लकड़हारा. What is the meaning? Woodcutter. The meaning is woodcutter. ഒരു രാമു ഒരു പാവം മരം വെട്ടുകാരൻ ആയിരുന്നു. രാമു ഒരു പാവം മരം വെട്ടുകാരനായിരുന്നു. वह रोज जंगल में लकड़ियां काटने जाता था. वह रोज जंगल में എന്നും വഹ അതെ അവര് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് റോസ് ഡെയിലി ജംഗൽ में ജംഗലില് ലക്കടിയാ കാട്ടനെ ജാതാ था. ലക്കടിയ അതായത് മരം മുറിക്കുവാൻ വേണ്ടിയിട്ട് മരം മുറിക്കാൻ വേണ്ടിയിട്ട് വിറകാക്കാൻ വേണ്ടി വിറക് മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ജംഗലില് അദ്ദേഹം പോകുമായിരുന്നു. एक दिन उसने बहुत सी लकड़ियां काटी. ഒരു ദിവസം അദ്ദേഹം ഒരുപാട് മരങ്ങൾ ഒരുപാട് ലക്കടിയ കാട്ടി കട്ട് ചെയ്തു. ഒരുപാട് മരം കട്ട് ചെയ്ത് അദ്ദേഹം വിറകാക്കാൻ വേണ്ടി റെഡിയാക്കി. അങ്ങനെ ഒരു ദിവസം ഒരുപാടെണ്ണം കട്ട് ചെയ്തു. गटर बांध तो उसे उठा न सका. എന്താ गटर बांधा तो गटर means bunch of stems. എന്താണ് bunch of ഈ എന്താ പറയാ വിറകുകളുടെ ആ ഒരു ബഞ്ച് ഒരുപാട് സാധനം കെട്ടിവെക്കുന്ന രീതിയിൽ. ഓക്കെ, അദ്ദേഹം അത് കെട്ടിവെച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് എടുക്കാൻ കഴിയുന്നില്ല. എന്താണ് എടുത്ത് പൊക്കി വെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. रात गिरने लगी थी. गिरना मीन्स വീഴുക എന്നാണ്. ബട്ട് ഹിയർ ഇറ്റ്സ് മീനിങ് രാത് ഗിർനെ ലഗി തി മീൻസ് രാത് എന്താണ് സന്ധ്യ ആയിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അല്ലെങ്കിൽ സന്ധ്യ ആവാൻ പോവുകയായിരുന്നു. ഉസ് പാസ് കോയി ന ഥ. അവിടെ അടുത്ത് കോയി ന ഥ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. इतने में उसे सूखे पत्तों की खटखड़ाहट सुनाई दी. എന്താണ് इतने में उसे सूखे पत्ते ആ ഒരു ടൈമും കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമും കൊണ്ട് അവിടുന്ന് സൂഖേ പത്തെ. സൂഖ മീൻസ് ഉണങ്ങിയ പത്തെ. വാട്ട് ഇസ് പത്ത? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പത്ത? പത്ത മീൻസ് ഇലകൾ. സൂഖ്യ ഉണങ്ങിയ ഇലകള് ചലിക്കുന്നത് പോലെ ഒരു കടകടാന്ന് വെച്ചാൽ ചലിക്കുന്ന പോലെ ഒരു സൗണ്ട്. അത് നമ്മൾ ഉണങ്ങിയ ഈ കരിയിലൊക്കെ ചവിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗണ്ട് ഇല്ലേ, പൊടിയുന്ന പോലെ ഒരു സൗണ്ട് ഉണ്ട് അല്ലെ. ഇങ്ങനെ കരിയിലകളില് നമ്മൾ ചവിട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നു. ആരോ ചവിട്ടുന്നത് പോലെ. സുനായി ദി പോലെ കോൺ ഹെ. അദ്ദേഹം പറഞ്ഞു ആരാത്? ജോ ഇസ് ഗട്ടർ കോ മേരെ സർ പർ രഖ് ദേ. എന്താണ് ആരാ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്നെ ഒന്ന് സഹായിതെന്റെ തലയിലേക്ക്. ഗട്ടർക്കോ ആ ഒരു ബഞ്ച് ഓഫ് ദോസ് സ്റ്റെംസ്. എന്താണ് സ്റ്റെം ഫോർ വുഡോ വാട്ട് എവർ ഇറ്റ് ഇസ്. എന്താ ആ ഒരു ബഞ്ച് എന്റെ തലയിൽ എന്താണ് മേരെ സർ പർ രഖ് ദേ. എന്റെ ഈ ആ ഒരു ബഞ്ച് എന്റെ തലയിൽ വെക്കാൻ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ചോദിക്കാണ്. ഇത്രയും में एक सुंदर सा युवा पास आया. उसने कहा. ഇത്രയും പറഞ്ഞതും അദ്ദേഹത്തിന്റെ അടുത്തേക്കൊരു സുന്ദരനായ യുവാവ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന്, അതായത് ഇത്തിനേമേ ആ ഒരു ടൈം ഗ്യാപ്പിൽ അത് പറഞ്ഞു തീരുമ്പോഴേക്കും സുന്ദർ മനോഹരമായ ഒരു യുവാവ് പാസ്സായ അടുത്ത് വന്ന് ഉസ്നെ കഹ അദ്ദേഹം പറഞ്ഞു ലാओ मैं गटर तुम्हारे सर पर रख देता हूँ. അന്നേരം ആ സുന്ദരനായ യുവാവ് എന്താ പറഞ്ഞേ? തരൂ, ഞാൻ സഹായിക്കാം. നിങ്ങളുടെ തലയിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് താങ്കളെ ഞാൻ സഹായിക്കാം. തുമ്ഹാരെ സർപ്പർ മേ രഖ് ദേതാ. ഞാൻ വെച്ചു തരാം എന്ന് അദ്ദേഹം പറയാണ്. രാമുനെ ഏക് ബാർ ഉസ് യുവാക്കോ ദേഖ. രാമു ഒന്ന് ഫുള്ളായിട്ട് ആ യുവാവിനെ ഒന്ന് നോക്കിയിട്ടൊക്കെ പറഞ്ഞു. സിർ പർ മുക്കുട്ട് പെഹനെ ഥാ. എന്താണ് ആ യുവാവിന്റെ മുക്കുട്ട് എന്താണ്? വാട്ട് ഇസ് മുക്കുട്ട്? ക്രൗൺ.
തലയിൽ എന്തുണ്ടായിരുന്നു? ക്രൗൺ ഉണ്ടായിരുന്നു. മുക്കുട്ട് ക്രൗൺ ഉണ്ടായിരുന്നു. ക്രൗൺ ധരിച്ചിരുന്നു. പെഹനാ ഹുവ എന്ന് പറയുന്നത് വഹ് സിർ പർ മുക്കുട്ട് പെഹനാ താ. ക്രൗൺ ധരിച്ചിരുന്നു. പെഹനാ താ. ഉസ്കെ വസ്ത്ര ഭി രാജാസി ഥി. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ എന്താണ്? രാജാവിനെ പോലുള്ള ഒരു വസ്ത്രമായിരുന്നു. രാജാവിനെ പോലൊരു വസ്ത്രം ധരിച്ചാണ് ആ യുവാവ് അവിടെ വന്നിരിക്കുന്നത്. രാമു ഹഡ്ബഡായ. രാമുവിന് ഒരു പേടി പോലൊക്കെ തോന്നി. ഇത് ആരാണ്, എന്താണെന്നൊക്കെ. തും കോൺ ഹോ? താങ്കൾ ആരാണ്? കോയി ദേവത ദിഖായി ദേത്തെ ഹോ? താങ്കളെ കണ്ടിട്ട് ഒരു ദേവതനെ പോലുണ്ടല്ലോ ചോദിക്കാണ്. താൻ ആരാണ്? പെട്ടെന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ പേടിച്ചിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കാണ്, എന്ത് പറ്റി? താങ്കൾ ആരാണ്? താങ്കളെ കണ്ടിട്ട് ഒരു ദേവതേനെ പോലുണ്ടല്ലോ, ഇത്രയും മനോഹരമായിട്ടാണല്ലോ താങ്കൾ വന്നിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ദേവതേനെ പോലുണ്ടല്ലോ. ഞാൻ സമയക്ക ദേവതാവും. ഞാൻ സമയത്തിന്റെ ദേവതയാണ്. അതായത് ഗോഡ് ഓഫ് ടൈം. ഞാൻ സമയത്തിന്റെ ദേവതയാണ്. ആ യുവാവ് പറഞ്ഞു. യുവാവ് ബോല. ओके। समय का देवता वह कौन सा देवता होता है? സമയയുടെ ദേവതയോ? സമയയുടെ ദേവതയോ? അതേത് ദേവതയാണ്? രാമുവിനെ പൂച്ച. രാമു ചോദിച്ചു. സമയ കാ ദേവത. അതെ, സമയയുടെ ദേവത. ടൈം ഓഫ് ഗോഡ്. ജോ സബ്കെ പാസ് ജാതാ ഹെ. എല്ലാവരുടെയും അടുത്തേക്ക് പോകുന്ന ഒരു ദേവതയാണ് സമയ കാ ദേവത. യുവ ബോല. मेरे भाग्य सॉरी सबके ओके जो सबके पास जाता है सबके भाग्य जगाता है. ഭാഗ്യ എല്ലാവരുടെ അടുത്തും പോയി സബ്കാ ഭാഗ്യ ജഗാത്ത ഹെ. ജഗാത്ത ഉണർത്തുക എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. എല്ലാ ഭാഗ്യം തെളിയിക്കുന്ന. ഞാൻ അതായത് സമയയുടെ ദേവത എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഭാഗ്യം തെളിയിക്കുന്ന. ഭാഗ്യം തെളിയിക്കുക, ഭാഗ്യം കൊണ്ടുവരിക എന്നാണ് അതിന്റെ മീനിങ്. ജഗാത്ത ഹെ. യുവാവ് ബോല. യുവാവ് പറഞ്ഞു. മേരാ ഭാഗ്യ ജഗാനെ തോ തും കഭി നഹി ആയേ. എന്റെ ഭാഗ്യം തെളിയിക്കാൻ വേണ്ടി, എന്താണ് എന്റെ തലവര തെളിയിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ലല്ലോ. അതായത് എന്റെ ഭാഗ്യം തെളിയിക്കാൻ വേണ്ടി താങ്കൾ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ലല്ലോ. അതാണ് മേരെ ഭാഗ്യ ജഗാനെ എന്നാണ് എന്റെ ഭാഗ്യം തെളിയിക്കാൻ. തോ തും കഭി നഹി ആയേ. എന്റെ ഭാഗ്യം തെളിയിക്കാൻ താങ്കൾ ഒരിക്കലും വന്നിട്ടില്ല. മേ തോ സദാ സേ ഹി ऐसा ഹൂ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഗരീബ് ലക്കടാഹാര. എന്താണ്? പാവപ്പെട്ട വുഡ് കട്ടർ. അല്ലെങ്കിൽ എന്താണ്? പുവർ വുഡ് കട്ടർ. അല്ലാതെ വേറെ ഒന്നുമില്ല. അച്ഛാ ചലോ തും ജോ ഭി ഹോ മേരാ യഹ് ഗട്ടർ തോ ഉഠാ ദോ. എന്താണ്? ശരി, എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ എന്താണെങ്കിലും ആവട്ടെ. അച്ഛാ ചലോ എന്തെങ്കിലും ആവട്ടെ എന്നാണ് അതിന്റെ മീനിങ്. അച്ഛാ ചലോ. തും ജോ ഭി ഹോ. താങ്കൾ ആരായാലും ശരി, എന്തെങ്കിലും ആവട്ടെ, താങ്കൾ ആരായാലും. ജോ ഭി ഹോ മേരാ യഹ് ഗട്ടർ തോ ഉഠാ ദോ. ഈ ഒരു ബഞ്ച് ഓഫ് വുഡ് ഇതൊന്ന് എടുത്ത് എനിക്ക് തരൂ. രാത് ഹോനെ ലഗി. എന്താണ്? രാത്രിയാവാൻ പോവുകയാണ്. അദ്ദേഹം പറയാണ്, ലക്കടഹാര പറയാണ്, രാമു പറയാണ്, ഇനി എന്തെങ്കിലും ആവട്ടെ, താങ്കൾ ആരെങ്കിലും ആവട്ടെ, താങ്കൾ ഇതൊന്നും ഇപ്പൊ എന്നെ എടുത്ത് എന്റെ തലയിലേക്ക് ഏറ്റാൻ ഒന്ന് സഹായിക്കും. അതാണ് രാത്രിയാവാൻ പോവുകയാണ്. യുവാവ് കെ ആകെ ബഡ്കർ ഗട്ടർ രാമു കെ സിർ പർ രഖ് ദിയ ഓർ ബോല. എന്താണ്? മുന്നോട്ട് പോയിട്ട് യുവാവ് മുന്നോട്ട് പോയിട്ട് ഈ ബഞ്ച് ഓഫ് വുഡ് തലയിൽ വെച്ച് കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, मैं एक दिन तुम्हारे द्वार पर भी आऊंगा. ഞാൻ ഒരു ദിവസം നിന്റെ പടിക്കൽ. അതാണ് ദ്വാർ. ദ്വാർ മീൻസ് ഡോർ. പടിക്കൽ. അതാണ് ഒരു ദിവസം. മേ ഏക് ദിൻ. ഞാൻ ഒരു ദിവസം. തുമ്ഹാരെ ദ്വാർ പർ ഭി ആവുക. ഞാൻ ഒരു ദിവസം നിന്റെ പടിക്കലും വരും. മേരി പ്രതീക്ഷ കർണ. എനിക്ക് വേണ്ടി കാത്തിരിക്കണം. പ്രതീക്ഷ മീൻസ് കാത്തിരിക്കുക. ഞാൻ ഒരു ദിവസം നിന്റെ ദ്വാരം, നിന്റെ പടിക്കലും വരും. നീ എനിക്ക് വേണ്ടിയും കാത്തിരിക്കണം.
वह युवाവ് बोला ആ യുവാവ് പറഞ്ഞു अच्छा रामुन करण ശരി रामु പറഞ്ഞു हाँ बस तुम सदा प्रसन्न रहकर यह गीत गाया करो हाँ അതെ ശരി അതെ പക്ഷേ ബസ് തും സദാ ബസ് നീ ഒരു കാര്യം മാത്രം ചെയ്യുക എന്താണ് നീ എപ്പോഴും പ്രസന്ന ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരുന്നിട്ട് ഇതാ ഈ ഒരു ഗീതം നീ എപ്പോഴും ഈ ഒരു പാട്ട് നീ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന നീ ഒരു കാര്യം മാത്രമേ ചെയ്യാവുള്ളൂ നീ ഒരു ഹാപ്പി ആയിട്ടിരുന്നിട്ട് ഈ ഒരു ഗീതം ഈ ഒരു പാട്ട് ഗീതോ പാട്ട് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ പാടിക്കൊണ്ടേ ഇരിക്കുക समय मेरे द्वार पर आएगा मेरा भाग्य जगाएगा समय मेरे द्वार पर आएगा समय टाइम टाइम എന്റെ പഠിക്കൽ സമയം എന്റെ പഠിക്കൽ വരും ആയേക സമയം മേരെ ദ്വാർ पर आएगा സമയം എന്റെ പഠിക്കൽ വരും എന്റെ ഭാഗ്യവും തെളിയും മേരെ ഭാഗ്യ ജഗായേക സമയം മേരെ ദ്വാർ पर आएगा മേരാ ഭാഗ്യ ജഗായേക സമയം ഒരിക്കൽ എന്റെ പഠിക്കൽ വരും എന്റെ സമയവും തെളിയും അല്ലെ എന്റെ ഭാഗ്യവും തെളിയും ജസ്റ്റ് എ മിനിറ്റ് സോറി ഓക്കെ എന്താണ് സമയം എന്റെ പഠിക്കൽ വരും എന്റെ ഭാഗ്യവും തെളിയും ഇത് മാത്രം നീ പാടിക്കൊണ്ടേ ഇരിക്കാവുള്ളെന്ന് സമയയുടെ ദേവത ആരോട് പറഞ്ഞു രാമുവിനോട് പറഞ്ഞു യുവാവ് അന്തർനി പോകൈ എന്താണ് അതെ ഇത് പറഞ്ഞതും അദ്ദേഹം എന്തെന്നു അദൃശ്യനായിട്ട് എവിടെയോ പോയി ഹി vanished somewhere हो गया राम कुछ देर तक തകാസ ഇതർ ഉദർ ദേഖ്താ രഹ എന്താണ് ഒന്ന് പേടിച്ചോ ഒന്ന് ഭയന്നിട്ടോ ഒന്ന് സ്തംഭിച്ചിങ്ങനെ നിന്നിട്ട് അവിടെ ഇവിടെ നോക്കാൻ തുടങ്ങി ഇവിടെ എന്റെ മുന്നിൽ നിന്ന ആള് എവിടെ പോയി എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനായിട്ട് തുടങ്ങി और फिर घर की ओर चल पड़ा എന്നിട്ട് എന്താണ് വീട്ടിലേക്ക് നടന്നു നീങ്ങി और फिर घर की ओर चल पड़ा എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് നടന്ന് നീങ്ങി रास्ते में बाजार था रास्ते में വഴിയിൽ തന്നെ പോകുന്ന വഴിക്ക് തന്നെ ബാസാർ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ബാസാർ ബാസാർ മീൻസ് ബാസാർ മാർക്കറ്റ് അതിന്റെ മാർക്കറ്റ് പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു മാർക്കറ്റ് एक लकड़ी बेचने वाले ने छूट रामू का गट्टर 10 रुपए में ഖരീദ് ലിയ എന്താണ് ആ മാർക്കറ്റിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് വീട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു മാർക്കറ്റില് ആ മാർക്കറ്റില് വിറക് വിൽക്കുന്ന ഒരാള് ഇവരെ കണ്ടു രാമുവിനെ കണ്ടിട്ട് രാമുവിനോട് എന്താണ് ചോദിച്ചത് 10 രൂപയ്ക്ക് ഉണ്ടായിരുന്ന എല്ലാ വിറകുകളും അദ്ദേഹം വാങ്ങി he sold that bunch for 10 rupees എന്താണ് 10 രൂപയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ആ വിറകുകളെല്ലാം വിറ്റു ഓക്കെ रामू को आज अच्छा दाम मिले थे എന്താണ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാം എന്താ ദാമിന്റെ മീനിങ് എന്താ ദാം നമ്മൾ പണ്ട് എവിടെയോ പഠിച്ചതാണ് ഓർക്കുന്നോ കഴിഞ്ഞ സിലബസിൽ വേറൊരു ബുക്ക് ഉണ്ടായിരുന്നപ്പോ दाम means rate दाम price rate അപ്പോ രാമുക്ക് ആജ് അച്ഛാ ദാം മിലേ थे എന്താണ് ഇന്ന് രാമുൻ എന്ത് ചെയ്തു
നല്ല ദാം, നല്ല പ്രൈസ്, എപ്പോഴും കിട്ടുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ എപ്പോഴും വിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വിലയിൽ ഇന്ന് രാമു ആ വിറകുകളെല്ലാം വിറ്റ് ഒഴിവാക്കിയിരുന്നു. प्रसन्न मन से रुपए गिनता हुआ घर की ओर चला. എന്താണ് വഹ പ്രസന്ന മനസ്സെ റുപ്പയെ ഗിന്ത, സന്തോഷത്തോടെ പ്രസന്ന മനസ്സിൽ ഭയങ്കര സന്തോഷമായിട്ട് എന്താണ് റുപ്പയ ഗിന്ത. റുപ്പയ മീൻസ് പണം, പൈസ, അല്ലെങ്കിൽ പണം, പൈസ എണ്ണിക്കൊണ്ട്, ഗിന്ത എണ്ണിക്കൊണ്ട്, പൈസ എണ്ണിക്കൊണ്ട്, സന്തോഷത്തോടെ പൈസ എണ്ണിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്നു. हुआ घर की ओर चला. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്നു നീങ്ങി. और गीत गाने लगे. എന്നിട്ട് എന്താണ് ആ പറഞ്ഞു കൊടുത്ത ആ പാട്ട് പാടാൻ തുടങ്ങി. സമയം മേരെ ദ്വാർ पर आएगा. സമയം എന്റെ പടിക്കൽ വരും. മേരാ ഭാഗ്യ ജഗായേഗ. എന്റെ ഭാഗ്യവും തെളിയും. സമയം എന്റെ പടിക്കൽ വരും, എന്റെ ഭാഗ്യവും തെളിയും. घर आकर उसने खाना बनाया. ഘരാക്കർ ഉസ്നെ ഖാന ബനാ. വീട്ടിലെത്തിയതിനു ശേഷം എന്ത് ചെയ്തു? ഫുഡ് ഉണ്ടാക്കിയിട്ട് ഖായ ഓർ സോ ഗയ. കഴിച്ചിട്ട് ഉറങ്ങി. ഖായ കഴിക്കുക, കഴിച്ചിട്ട് ഉറങ്ങി. സോ ഗയ ഉറങ്ങി. ദൂസരെ സുബ വഹ ജൽദി ഉഠ് ഗയ. ദൂസരി സുബ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം എന്ത് ചെയ്തു? വഹ ജൽദി ഉഠ് ഗയ. വഹ പെട്ടെന്ന് എഴുന്നേറ്റു. പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം രാമു വേഗം തന്നെ എണീറ്റു. ജൽദി ഉഠ് ഗയ. ജൽദി ഉഠ്ന മീൻസ് വേഗം എഴുന്നേറ്റു. നഹാദോക്കർ കുളിച്ച് ഫ്രഷായി. അതാണ് നഹാദോക്കർ എന്ന് പറയുന്നത്. കുളിച്ച് കഴുകി എന്നാണ്. കുളിച്ച് ഫ്രഷായി. നഹാദോക്കർ ഖാന ബനാക്കർ ജൽദി ഹി. ഖാന ബനാക്കർ ഫുഡൊക്കെ ഉണ്ടാക്കി. ഫുഡ് ഉണ്ടാക്കി ജൽദി ഹി ജംഗൽ മേ. പെട്ടെന്ന് തന്നെ ജംഗലിലേക്ക്, കാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് നടന്ന് നീങ്ങി. ജംഗൽ മേ ജാക്കർ ഉസ്നെ. കാട്ടിൽ പോയിട്ട് രാമു എന്ത് ചെയ്തു? ദേർ സി ലക്കടിയാം കാട്ടി. ഒരുപാട്, ദേർ മീൻസ് ഒരുപാട്, ദേർ സി ലക്കടിയാം ഒരുപാട് വിറകുകള് കളക്ട് ചെയ്തു. അതായത് ഒരുപാട് വിറക് മരം മുറിച്ചു. ഓർ ഫിർ ആവാസ് ലഗായി. എന്നിട്ട് ആവാസ് ലഗായി. ഓർ ഫിർ പിന്നെ ആവാസ് ലഗായി എന്ന് വെച്ചാല് സൗണ്ട് എടുത്തു. എന്താണ്? ആരെയോ വിളിക്കുകയാണ്. കൊയ് ഹേ, ആരെങ്കിലും ഉണ്ടോ എന്ന് ഹെൽപ്പ് ചെയ്യാനായിരിക്കണം അല്ലെ? നേരത്തെ വിളിച്ച പോലെ ആരെങ്കിലും ഉണ്ടോ? പർ കോയി നെഹി ആയ. പക്ഷെ അവിടെ ആരും വന്നില്ല. രാമു നെ ഗട്ടർ കോ തോ ഭാഗോ മേ ബാന്ത. എന്താണ്? ആ ഒരു ബഞ്ച് ഓഫ് സ്റ്റംപിനെ എന്താണ് രണ്ട് തരത്തില് കെട്ടി. രണ്ട് സൈഡായിട്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് കെട്ടി. അതാണ് ദോ രാമുനെ ഗട്ടർക്കോ ദോ ഭാഗോമേ രണ്ടായി ഡിവൈഡ് ചെയ്ത് രണ്ട് ഭാഗങ്ങളാക്കി കെട്ടിവെച്ചു. ബാന്ത. ഓർ ഏ ഗട്ടർ ഉഠാക്കർ ബാസാർ പോഞ്ച. ഒരു ഗട്ടർ, ആ ഒരു ബഞ്ച് എടുത്തിട്ട് ബാസാർ മാർക്കറ്റിലേക്ക് എത്തി. ഗട്ടർ ജൽദി ഹി ബീഗ് ഗയ. എന്താണ്? പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്തു? ബിഗ് ഗയ മീൻസ് ഇറ്റ് സോൾഡ് ഔട്ട്. പെട്ടെന്ന് തന്നെ അത് വിറ്റുപോയി. ബീഗ് ഗയ വിറ്റുപോയി. പെട്ടെന്ന് തന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടെത്തിച്ചതും അത് വേഗം തന്നെ അത് വിറ്റ് പോയി. അപ്പൊ ഫിർ ദൂസര ഗട്ടർ ലേനെ ജാ പോഞ്ച. എന്താണ്? എന്നിട്ട് ഇത് വിറ്റതിന് ശേഷം വേഗം തന്നെ അടുത്ത ആ ഒരു ബഞ്ച് ഓഫ് വുഡും എടുത്തോണ്ട് വരാൻ വേണ്ടി അദ്ദേഹം വേഗം കാട്ടിലേക്ക് രണ്ടാമതും പോയി. ഉസേ ബി ബാസാർ മേ ബേച്ച് ദിയ. ആ ഒരു ഗട്ടർ ഉണ്ടായിരുന്നതും ആ ഒരു ബഞ്ച് ഓഫ് വുഡ് ഉണ്ടായിരുന്നതും ബാസാർ മാർക്കറ്റില് വിറ്റു. ബേച്ച് ദിയ വിറ്റു. ആജ് ഉസേ 20 രൂപ മിലെ. ഇന്ന് രാമുന് എത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞു? ഒരു ബഞ്ച് വിട്ടപ്പോ 10 രൂപ കിട്ടി. ഇന്നലെ 10 രൂപയ്ക്ക് വിറ്റു. ഇന്ന് എത്ര രൂപയ്ക്ക് വിറ്റു? 2 ബഞ്ച് വുഡ് വിറ്റു. അന്നേരം എന്താണ്? 2 ഗട്ടർ വിട്ടപ്പോ 20 രൂപ 20 രൂപ കിട്ടി. പ്രസന്ന മനസ്സേ ഘർ കി ഓർ ചൽ പട. എന്താണ്? സന്തോഷത്തോടെ വീട്ടിലോട്ട് നടന്നു നീങ്ങി.
വീട്ടിലേക്ക് നടന്നു നീങ്ങിയെന്നാ പറയുന്നത് അല്ലേ. അബ് വഹ് റോസ് സവേരെ ഉഠ്താ ജാത്ത. എന്താണ് എന്നും എന്ത് ചെയ്തു, രാമു എന്നും രാവിലെ തന്നെ എണീക്കാൻ തുടങ്ങി. അബ് വഹ് റോസ് സവേരെ ഉഠ് ജാത്ത. എന്താണ് രാവിലെ എന്നും രാവിലെ തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഉസേ ലക്താക്കി അവൻ തോന്നുന്നത്, രാമുവിന് തോന്നിയത് എന്താന്ന് വെച്ചാല് ഉസേ ലക്താ കി യദി വഹ് ദേർ തക് സോയാ രഹാ. എന്താണ് ഞാൻ ഒരുപാട് നേരത്തേക്ക്, ഒരുപാട് ലേറ്റ് ആയിട്ട് ഒരുപാട് നേരത്തേക്ക് ഉറങ്ങിക്കൊണ്ടിരുന്നാൽ और समय का देवता आकर उसके द्वार पर दस्तक देकर चला गया तो. എന്താണ് എന്തോ ആലോചിക്കുന്നത്, എന്താണ് ഞാൻ കുറെ നേരം കിടന്ന് ഉറങ്ങിയാൽ ഒരു പക്ഷേ സമയക്ക ദേവത, സമയുടെ ദേവത ദ്വാർക്ക് എന്താണ് ആക്കർ ഉസ്കെ ദ്വാർ പർ വന്നിട്ട് എന്താണ് ആ പടിക്കൽ വന്നിട്ട് തിരിച്ചു പോയാലോ. അതാണ് ദസ്തക് തേന മീൻസ് വരിക, വന്ന് നിൽക്കുക എന്നുള്ളത് മീനിങ് ഉള്ളു. ഓക്കെ, ഇതൊക്കെ ചെലാകയാത്തോ എന്താണ് ഞാൻ ഒരുപാട് നേരം കിടന്നുറങ്ങിയാല് സമയുടെ ദേവത എന്റെ പടിവാതിക്കൽ വന്നിട്ട് തിരിച്ചു പോയാൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് എന്നും രാമു നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. യഹി സോച്ച്കർ വഹ് റോസ് സവേരെ ജൽദി ഉഠ്നെ ലഗ. എന്താണ് ഇത് ആലോചിച്ചുകൊണ്ട് തന്നെ രാമു എന്ത് ചെയ്തു, രാവിലെ തന്നെ എഴുന്നേൽക്കുമായിരുന്നു. എന്താണ് ഇനി ഒരു പക്ഷെ ഞാൻ ലേറ്റ് ആയി പോയാല് സമയുടെ ദേവത വന്നിട്ട് പടിക്കൽ വന്നിട്ട് തിരിച്ചു പോയാലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ എഴുന്നേൽക്കണം. घर का काम जल्दी निपटाकर वह जंगल जाता. എന്താണ് വീട്ടിലെ കാര്യങ്ങൾ, എന്താണ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വേഗം തന്നെ ചെയ്തിട്ട്, ജൽദി ലിപ്റ്റാന മീൻസ് പെട്ടെന്ന് ചെയ്തു തീർക്കുക. ഓക്കെ, घर का काम जल्दी निपटाकर वह जंगल जाता. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നോട്ട് പോകും, ജംഗലിലേക്ക്, എന്താണ് കാട്ടിലേക്ക് നീങ്ങും. ലക്കടിയ കാട്ട और रोज दो पेरे लगाकर ദുഗുന പൈസ കമാത്ത. എന്താണ് ലക്കടിയ കാട്ട്കർ, എന്താണ് എല്ലാ ദിവസവും വേഗം കാട്ടിൽ പോയിട്ട് എല്ലാ ദിവസവും 2 ബഞ്ചസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുമായിരുന്നു, ദോ പേർ ലഗാത്ത. എന്താണ് 2 പ്രാവശ്യം മാർക്കറ്റിലേക്ക് പോവുകയും വരികയും ചെയ്തുകൊണ്ട് എന്താണ് ഇരട്ടിയായിട്ട്, ദുഗുന മീൻസ് ഇരട്ടി, ഡബിൾ ആയിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങി. കമാന മീൻസ് ഏൺ, ടു ഏൺ സമ്പാദിക്കുക, ടു ഏൺ എന്താണ് ഡബിൾ ആയിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഉസ് തര ഉസ്നെ ഉസ്കെ പാസ് കാഫി ധൻ ജമാ ഹോ ഗയ. എന്താണ് അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ എന്ത് പറ്റി, രാമുവിന്റെ അടുത്ത് ഒരുപാട്, സാധാരണ ഉണ്ടാവുന്നതിനെക്കാട്ടിലും ഒരുപാട് ക്യാഷ് അല്ലെങ്കിൽ ഒരുപാട് പണം രാമുവിന്റെ കയ്യിൽ ഉണ്ടാവാൻ തുടങ്ങി. ഒരു സേവിങ് പോലെ എപ്പോഴും കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാവാൻ തുടങ്ങി. एक दिन रामू जब जंगल से लौट रहा था. ഒരു ദിവസം ജംഗലിൽ നിന്ന് രാമു തിരിച്ചു വരുമ്പോൾ, ലോട്ട് റഹാത്ത എന്ന് വെച്ചാല് തിരിച്ചു വരുമ്പോൾ. ഓക്കെ, एक दिन रामू जंगल से लौट रहा था तो बाजार में उसे धीरू. എന്താണ് ബാസാർ മീൻസ് തിരിച്ചു വരുന്ന സമയത്ത്, ഒരു ദിവസം ജംഗലിൽ നിന്ന് രാമു തിരിച്ചു വരുന്ന സമയത്ത് ബാസാർ മാർക്കറ്റില് ധീരു ഗദാവാല മില. എന്താണ് ധീരു, എന്താണ് ധീരു ഈ ഗദ മീൻസ് ഡോങ്കിനെ ഒക്കെ വിൽക്കുന്ന ഒരാളെ കണ്ടുമുട്ടി. ബോല അദ്ദേഹം പറഞ്ഞു. അപ്പൊ ധീരു പറഞ്ഞു, രാമു തും റോസ് तुम रोज दोनों खेप लकड़ी के टोते हो, एक गदा क्यों नहीं खरीद लेते. എന്താണ് പറയുന്നത്, तुम रोज दो खेप लकड़ी के टोटे हो एक गदा क्यों नहीं लेते. എന്താണ് 2 പ്രാവശ്യം, എന്താണ് 2 പ്രാവശ്യം നിങ്ങൾ എന്താണ് കാട്ടിലേക്ക് നടന്ന് നീങ്ങുന്നുണ്ടല്ലോ, 2 പ്രാവശ്യം കാട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ല നിങ്ങൾക്ക് എന്താ ഒരു കഴുതേനെ വാങ്ങിച്ചുകൂടെ. നീ 2 പ്രാവശ്യം കാട്ടിലേക്ക് പോകുന്നതിന് പകരം നിനക്കൊരു കഴുതേനെ നിനക്ക് വാങ്ങിച്ചുകൂടെ, ഒരു ഡോങ്കിനെ നിനക്ക് വാങ്ങിച്ചു കൂടെ, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഒരു ഡോങ്കിനെ എന്നാ വാങ്ങിക്കാത്തത്. वह दोनों गटर एक
ഹി ലേ ആയിക. എന്താണ് ഡോങ്കി എന്ത് ചെയ്യും? നീ രണ്ട് സമയത്ത് രണ്ട് പ്രാവശ്യമായിട്ട് കൊണ്ടുവരുന്നത് ആ ഡോങ്കി എന്താണ് ഒരു പ്രാവശ്യം തന്നെ ഒരു പ്രാവശ്യത്തെ നടത്തി തന്നെ നിനക്ക് കൊണ്ടുവരാൻ സാധിക്കും. നീ രണ്ട് പ്രാവശ്യം കൊണ്ടുവരുന്നത് ഡോങ്കി ഉണ്ടെങ്കിൽ അത് ഒറ്റ പ്രാവശ്യം തന്നെ കൊണ്ടുവരാൻ നിനക്ക് സാധിക്കും. बटर वह दोनों बटर एक बार ही ले आएगा और तुम्हें भी बार बार बोझ डाल कर नहीं लगा पड़ेगा. എന്താണ് എക്സ്ട്രാ ആയിട്ട് നിനക്കും ഒരു ഹാർഡ് വർക്ക് ഉണ്ടാകില്ല. എന്താണ് നിനക്കും ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ബേർഡൻ നിനക്കും എടുക്കേണ്ടി വരില്ല. ഈ ചുമട് നിനക്ക് എടുക്കേണ്ടി വരില്ല. എന്ത് ചെയ്യും? ഡോങ്കി തന്നെ ഇത് എടുത്തുകൊള്ളും. ഇത്രയും ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, നോ പ്രോബ്ലം. ജീവ, യു അണ്ടർസ്റ്റാൻഡ്? യെസ്. യെസ്. ശ്രീ വിഷ്ണു. Vishnu, network problem. He has gone. Heaven, please switch on your video. ശ്രീ വിഷ്ണു എന്താ ചോദിക്കുന്നുണ്ട്? എനിക്ക് കേൾക്കാൻ പറ്റില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് സൗണ്ട് വന്നു പോവുകയും ചെയ്യുന്നുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ വിഷ്ണു പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ ചാറ്റ് ചെയ്തിട്ടൊന്ന് പറയാമോ, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് എനിക്കൊന്ന് അയച്ചു തരിക. എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ വിഷ്ണു പറയുന്നത് എന്താണ്. റിപ്പീറ്റേഷൻ ആണോ വേണ്ടത്? I think he left. Yes, Sri Vishnu. Video on आपको Sri Vishnu. ഇത്രയാണ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിലോ ബുക്കിലോ എങ്ങനെയാ നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. ഇഫ് യു നീഡ് മൈ ഹെൽപ്പ് ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, നിങ്ങൾ അതിന്റെ മീനിങ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ ചിലപ്പോൾ ഓരോ സെന്റൻസ് ബൈ വേർഡ് ബൈ വേർഡ് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് എഴുതി ചോദിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കോ വോയിസ് അയക്കോ, എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. അതിനുശേഷം എന്താ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിനെ ഗൈഡ് ചെയ്യും. ഏതൊരു കാര്യത്തിനാണെങ്കിലും, എനിക്ക് അറിയാത്തതാണെങ്കിലും ഞാൻ ഏതെങ്കിലും ടീച്ചേഴ്സിനോടോ മറ്റ് സാറിനോടോ ചോദിച്ചിട്ടോ ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അതിനെ ഏതെല്ലാം വേർഡ്സ് അറിയില്ല എന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഐഡിയ കിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറയുക, ടെക്സ്റ്റ് ചെയ്യുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ വിൽ ഹെൽപ്പ് യു. Is it okay for you all? I hope it is okay. Yes. Do you have any doubt regarding this or any repetition needed? Okay. Any repetition needed? Any doubt? No doubts. Okay. If you have any doubt, please ask me. I will guide you.
Okay. Okay. So shall we wind up our class? Or do you want to ask something? Anybody want to ask? Anybody? No doubts. It's clear. Okay. And a heartily congratulations to the persons who have scored above 23. Okay. And for others, very good. Okay. Who have scored below 18 or below 15. Okay. What more? നന്നായിട്ട് ഒന്നുകൂടെ വായിക്കുക, വായിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. വായിക്കാൻ പറ്റുന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിക്ക് അയച്ചു തരിക, ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ സഹായിക്കുന്നതായിരിക്കും. ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാ. അശ്വിൻ, യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, ആർ യു ലിസണിങ് മീ? ഓക്കെ, റൈറ്റ് വെൽ. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗും നിങ്ങൾ മെച്ചപ്പെടുത്തും. കൂടുതൽ നിങ്ങൾക്ക് എഴുതാനും നിങ്ങൾക്ക് സാധിക്കും. പെട്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പീഡിൽ എഴുതാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കോപ്പി ഉണ്ടോ? നോ. സോ ഡു വൺ തിങ്. നിങ്ങൾ എന്താ ചെയ്യുക, ഒരു 2 ലൈൻ ബുക്ക് നിങ്ങൾ വാങ്ങുക. ഓക്കെ, എവ്രിബഡി 2 ലൈൻ ബുക്ക് വാങ്ങിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ എന്നും എടുക്കുന്ന ഡെയിലി ചാപ്റ്റേഴ്സിനുണ്ടാകുന്ന നോട്ട്സോ, നിങ്ങൾ എന്തായാലും നോട്ട് നിങ്ങൾ എഴുതുന്നുണ്ട്, അപ്പൊ അതേ നോട്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ പകർത്തി എഴുതുക, എന്താണ് ആ കോപ്പിയിലേക്ക് എഴുതുക, അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് ഓരോ ദിവസം ചെറിയ ചെറിയ പാരഗ്രാഫ് വെച്ചിട്ട് നിങ്ങളുടെ ആ കോപ്പി നോട്ടിലേക്ക് എഴുതുക ഓരോ ദിവസവും. ഓക്കെ, ഡെയിലി യു ഹാവ് ടു റൈറ്റ്. ഓരോ പേജ് വീതം എഴുതാൻ, ഓരോ ജസ്റ്റ് ഒരു പേജ് വീതം എഴുതിയാൽ മതി. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ ന്യൂ സ്റ്റുഡൻസ്. ഹിന്ദി പഠിക്കാത്ത കുട്ടികൾക്കും പഠിച്ചവർക്കും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, what you have to do, you have to buy a 2 line book and write very neatly what you have taken the day. ഓക്കെ, അപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിന്റെ എഴുതാൻ ടൈം ഉണ്ട്, സെക്കൻഡ് ചാപ്റ്ററിന്റെ എഴുതാം, തേർഡ് ചാപ്റ്ററിന്റെ എഴുതാം. ജസ്റ്റ് ദാറ്റ് ഒരു പേജ് ഒരു ദിവസം വരുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, യെസ്, it will help you more. Any other questions? No questions. So, shall we wind up today's session? Is it a thumbs up? Yes. Okay then. Yeah. Let's wind up our today's session. In the next class, what you have to do? You have to write copies. Okay. Buy a notebook and write the copies for this particular things. Okay. Okay then. Bye. Okay, bye.